ഹലോ എവ്രിവൺ, വെൽക്കം ടു പ്രാംസ് കിച്ചൻ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് സേമിയ കൊണ്ട് ഒരു ഉപ്മാവാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവണ ഒരു ഉപ്മാവാണ്. സാധാരണ റവ ഉപ്മാവ് ഒന്നും കുട്ടികൾക്ക് അത്രയ്ക്ക് ഇഷ്ടാവില്ല. എൻ്റെ മക്കൾക്ക് അങ്ങനെയാണ് കേട്ടോ. റവ ഉപ്മാവ് ഒന്നും അത്ര ഇഷ്ടമല്ല. സേമിയ ഉപ്മാവ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 250 ഗ്രാം സേമിയ വറുത്തത് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് റേസിൻസും കാഷ്യൂ നട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകം വേണം, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില. വെജിറ്റബിൾസ് ഞാൻ ഫ്രോസൺ വെജിറ്റബിൾസ് ആണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. ക്യാരറ്റ്സും കോൺസും പീസും ആണുള്ളത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. ആദ്യം നമുക്ക് സേമിയ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ. തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേമിയ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. സേമിയ വെന്ത് വരാനായിട്ട് ഒരു 4-5 മിനിറ്റ് എടുക്കും കേട്ടോ. അതുവരെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇടയിൽ നല്ലോണം മിക്സ് ചെയ്തും കൊടുക്കണേ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നോക്കിയപ്പോൾ സേമിയ കറക്റ്റ് വേവ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ ഡ്രെയിൻ ചെയ്യാൻ വെച്ചു സേമിയ. എന്നിട്ട് കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം തന്നെ ജീരകമാണ് ഇട്ട് കൊടുക്കണത്. ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ജീരകമൊക്കെ പെട്ടെന്ന് ബേൺ ആവും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള അനിയൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. റവ ഉപ്മാവിൽ ഇഞ്ചിയൊക്കെ നമ്മൾ അരിഞ്ഞിടാറുണ്ട്. ഞാനിതിൽ ഇഞ്ചി ഇടുന്നില്ല. നിങ്ങൾക്ക് ഇഞ്ചി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുരുകുരാന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് പീനട്ട്സ് സെപ്പറേറ്റ്ലി വറുത്തെടുത്തിട്ട് അതും ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, നല്ലതാണ്. ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾസ് ഇല്ലേ, ഫ്രോസൺ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്രോസൺ വെജിറ്റബിൾസ് എൻ്റെ എളുപ്പത്തിന് ഞാൻ ചേർത്ത് കൊടുക്കണമെന്നുള്ളൂ. നമുക്ക് അല്ലാതെ ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ്സും പിന്നെ ക്യാബേജ്, പിന്നെ ഇതുമാതിരി ഗ്രീൻ പീസ്, ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ വഴണ്ടിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം സേമിയയിൽ നന്നായിട്ട് പിടിക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കോക്കനട്ട്, അതായത് ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് ചെയ്യാം, നല്ല ടേസ്റ്റിയാണ്. അതുകൂടാതെ മല്ലിയില ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുത്താലും നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ എന്താ ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം സ്റ്റീം ചെയ്യാൻ പോവാണിത്. 1 മിനിറ്റ്, ജസ്റ്റ് 1 മിനിറ്റ് മതി. നമ്മൾ തുറന്ന് നോക്കി മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സേമിയ ഉപ്മാവ് റെഡി. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.
ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.